സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം, ഡു നോട്ട് ബി ആങ്ഷ്യസ് ഫോർ എനിത്തിങ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാരൻ കർത്താവേ, ഞങ്ങളെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അപ്രകാരം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആമേൻ. ഭാവിക്ക് വേണ്ടിയുള്ള കരുതൽ വളരെ നല്ലതാണ്. എന്നാൽ നാളെക്കുറിച്ചുള്ള ആശങ്കകൾ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ്. നമുക്ക് മാറ്റുവാൻ പറ്റാത്ത ചില പരിമിതികൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ആവലാതി ആകുലതയുടെ ഫലമായി വരുന്നതാണ്. ആകുലപ്പെട്ടാൽ നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ സാധ്യമല്ല എന്ന് യേശു പറഞ്ഞു. തനിയെ ഭാരം ചുമക്കുന്നത് കൊണ്ടാണ് ആകുലതകൾ വരുന്നത്. ഭാരം വഹിച്ചോടിയാൽ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സാധ്യമല്ല. പാവവും ഭാരവും വിട്ടോടണം. ഫിലിപ്പിയ ലേഖനത്തിലും ദൈവം നമ്മോട് പറയുന്നത് വിചാരപ്പെടേണ്ട എന്നാണ്. കുറിവാക്യമാണ്. വീണ്ടും ഒന്നുകൂടി വായിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരുവനെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ. ഡു വാട്ട് എവർ ഹി സേസ്. കർത്താവ് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. യേശു കൽഭരണികളിൽ വക്കോളം വെള്ളം നിറയ്ക്കാനാ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷക്കാർ ആ വചനം ഏറ്റെടുത്ത് വക്കോളം നിറച്ചു. കാനായിലെ കല്യാണത്തിൽ ആവശ്യം അല്ലെങ്കിൽ തീർന്നുപോയത് വെള്ളമല്ല, വീഞ്ഞാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് എന്താ പറയേണ്ടത്? മുന്തിരി കൊണ്ടുവരുവിനെന്നല്ലേ കർത്താവ് അവിടെ പറഞ്ഞതെന്തുവാ? വെള്ളം കൊണ്ടുവരുവിനെന്നാണ്. അപ്പം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമേ ഉള്ളുവെന്നാണ് യേശുവിൻ്റെ അമ്മ ലോകത്തോട് പറഞ്ഞത്. അമ്മ ഒരിക്കലും പറഞ്ഞില്ല എൻ്റെ അടുത്ത് വരാനും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും. ഇന്നും അമ്മ പറയുന്നില്ല. അമ്മ പറഞ്ഞൊരു കാര്യം ബൈബിളിലുണ്ട്. എങ്ങും ഓടിപ്പോയി ഉടമ്പടിയെടുത്ത് അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പുത്രനെ അനുസരിക്കാനാണ് അമ്മ പറഞ്ഞത്. ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണെന്നാണ് യേശുവിൻ്റെ അമ്മ പറഞ്ഞത്. അനുസരിക്കേണ്ടത് യേശുവിൻ്റെ അമ്മയാണ്, അല്ലാതെ യേശുവിൻ്റെ അമ്മയെ തള്ളിക്കളയല്ലേ വേണ്ടത്. യേശുവിൻ്റെ അമ്മയെ അനുസരിക്കുകയാണ് വേണ്ടത്. യേശുവിൻ്റെ അമ്മ പറയുന്നത് പുത്രനെ അനുസരിക്കാൻ, വചനം അനുസരിക്കാനാണ് അമ്മ പറയുന്നത്. കർത്താവ് പറയും, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതും സ്തോത്രത്തോടുകൂടി അറിയിക്കത്ര വേണ്ടത്. അവർക്ക് വീഞ്ഞില്ല. അമ്മ ആ ഒരു വിഷയമാണ് പുത്രൻ്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞത്. അവിടെ അത്ഭുതം നടന്നത് യേശുവിൻ്റെ അമ്മ ആ പ്രശ്നത്തിൽ ഇടപെട്ടത് കൊണ്ടാണെന്നാണ് പലരും പഠിപ്പിക്കുന്നത്. അയ്യോ അല്ല, പ്രശ്നത്തിന് പരിഹാരകൻ ഒരുവനേ ഉള്ളൂ എന്ന് യേശുവിൻ്റെ അമ്മ കാണിച്ചു തന്നത്. ആ പരിഹാരകനായ ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോൾ അവിടെ അത്ഭുതം ഉണ്ടായി. അമ്മ ഒരു വഴികാട്ടി മാത്രമാണ്. പ്രൈസ് ലോർഡ്. ബൈബിളില്ലാത്ത അമ്മയാണ് ഇന്ന് ലോകത്ത് പല സ്ഥലത്തും കറങ്ങി നടന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലും ഭാവത്തിലും കളറിലും പോലും. സകല ഭാരവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിന്റെ കുടുംബത്തിൽ എന്താണോ ആവശ്യം, കുടുംബത്തിൽ എന്താണോ വിഷയം, എന്താണോ പ്രതികൂലം, അത് പുത്രന്റെ അടുത്ത് കൊണ്ടുപോകാനാ അമ്മ പറയുന്നത്.
അമ്മ ഒരിക്കലും പറഞ്ഞില്ലേ എല്ലാവരും ഓടി എൻ്റെ അടുത്ത് വാ, എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്ക്, കൊന്ത ചൊല്ല് എന്നൊന്നും യേശുവിൻ്റെ അമ്മയെ വിശുദ്ധ മറിയം പറഞ്ഞിട്ടില്ല. കൊന്ത യേശുവിൻ്റെ അമ്മയുടെ അതല്ല, അത് വിജാതീയ മാർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മതപുരോഹിതൻ പറയില്ല മക്കളെ. രാജക പുരോഹിതൻ മാത്രമേ ഈ സത്യം ജനത്തോട് പറയത്തുള്ളൂ. അതുകൊണ്ട് ഭൗതിക കാര്യങ്ങളിൽ നിന്നെ വിചാരപ്പെടുത്തി ആധ്യാത്മിക വിഷയങ്ങളിൽ ശ്രദ്ധയില്ലാത്തവനാക്കി തീർക്കുവാൻ പിശാച് പരിശ്രമിക്കും. പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയ മാർത്തായ്ക്ക് യേശു വന്നിട്ടും അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്നു വചനം കേൾക്കുവാൻ സാധിച്ചില്ല. അവൾ ഭൗതിക കാര്യത്തിലും ആഹാരം ക്രമീകരിക്കുന്നതിലും അകപ്പെട്ടു. വിലപ്പെട്ടത് അറിയാതെ അവഗണിച്ചു. യേശുവിന് ഭൗതിക ആഹാരം നൽകുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് യേശുവിൽ നിന്ന് ആത്മീയ ആഹാരം ഭക്ഷിക്കുന്നത് എന്ന് ആദ്യം തിരിച്ചറിയുവാൻ അവൾക്ക് സാധിച്ചില്ല. ഈ മാർത്തായെ പോലെ അനേക മക്കൾ ഈ ഭൂമിയിലുണ്ട്. കർത്താവ് പറയുകയാണ്, ആദ്യം അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഒന്നാം സ്ഥാനം കർത്താവിൻ്റെ തൃപ്പാദത്തിലിരുന്ന് അവിടുന്ന് പറയുന്ന തിരുവചനങ്ങൾ പെറുക്കിയെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനം പറയുന്നത് പോലെ ജീവിച്ചാൽ അത്ഭുതം, വിടുതൽ. ദൈവവചനം അനുസരിക്കുന്ന മക്കൾക്ക് ആകുലതകൾ ഉണ്ടാകത്തില്ല. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല, സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയും. മനം കലങ്ങിയാൽ ദൈവത്തെ ആരാധിക്കുവാൻ പറ്റില്ല. അതിനാൽ യേശു എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങൾ. മാർത്ത മാർത്ത, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ഈ നല്ല അംശം എന്തെന്നറിയാത്ത അനേകരിന്നുണ്ട്. നല്ല അംശം എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ വചനമനുസരിക്കുക എന്നുള്ളതാണ്. ഇന്നും ദൈവത്തിന്റെ വചനമനുസരിക്കാതെ കണ്ട് അധരജൽപ്പനം ആകുന്ന ഒത്തിരി പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി നൊവേനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ കണ്ട് ഏതെല്ലാം ധ്യാന കേന്ദ്രത്തിൽ പോയി തപസ്സിരുന്നാലും, ഏതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി മുട്ടക്കിടന്നെഴഞ്ഞാലും, മൊട്ടയടിച്ചാലും, കുരിശും ചുമന്നിട്ട് കുരിശുമലേ പോയാലും വിടുതലുണ്ടാകത്തില്ല മകനെ മകളെ. അനുഗ്രഹത്തിന്റെ ഉറവിടം നിന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. എന്തുവാ അത്? ദൈവത്തിന്റെ വചനം. ആ ബൈബിളൊന്ന് എടുത്തു വെച്ച് തുറന്ന് വായിക്ക്. നിനക്ക് അനുഗ്രഹം വരാനുള്ള കീയാണ് ദൈവത്തിന്റെ വചനം. ആ വചനം ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ലല്ല. മൂക്കി പഞ്ഞു വെക്കാൻ സമയമായില്ലേ? ഇങ്ങനെയൊക്കെ കറങ്ങി കിടന്നാൽ മതിയാ? സ്വർഗത്ത് പോകണ്ടേ? സ്വർഗത്ത് പോകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം അനുസരിക്കുക. അവിടെ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ കണ്ട് കർത്താവിനെ സൽക്കരിക്കാൻ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. കർത്താവ് പറയുകയാണ്, ആദ്യം എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചു സമയം നീ സംസാരിച്ച് ബഹളം ഉണ്ടാക്കാതെ മൗനമായിരിക്കുവിൻ, ഞാൻ ദൈവമെന്നറിയൂ. കുറച്ച് സമയം സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കുക. ആ മനസ്സൊന്ന് ശാന്തമാക്ക്. ഒരു പൂർണ്ണ സൗഖ്യവും വിടുതലും മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് ആത്മഭാരം ഉണ്ടാകാം. ആത്മഭാരവും ആകുലതയും രണ്ടും വേറെയാണ്. ആത്മഭാരം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നു വരുന്നു. ആകുലത സ്വയത്തോടുള്ള സ്നേഹത്തിൽ നിന്നും വരുന്നു. ആകുല ചിത്തൻ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നു. സങ്കീർത്തനങ്ങൾ 55-22 വാക്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ചേർന്ന് എന്നോടൊപ്പം ഒരു ആമേൻ പറ. ആമേൻ. നിന്റെ ഭാരം യഹോവയുടെ മേൽ, കർത്താവിന്റെ മേൽ വെക്കാനാ പറഞ്ഞേ, അല്ല മരിച്ചുപോയ മനുഷ്യരുടെ മേൽ വെക്കാനല്ല പറഞ്ഞത്. നിന്റെ സകല ഭാരവും ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ കൊടുക്കാനാ പറഞ്ഞത്. അവിടുന്ന് നമ്മെ പുലർത്തും. നമ്മൾ ഒരിക്കലും കുലുങ്ങിപ്പോവാൻ ദൈവം സമ്മതിക്കില്ല. ഇന്ന് പലയിടത്തും സംഭവിക്കുന്നത്, ഇവിടെ വന്നാൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. എന്റെ മകനെ മകളെ, നീ എങ്ങും ഓടണ്ട. ഈ കോൾ അപ്പൺ മീ ആൻഡ് ഐ വിൽ ആൻസർ. എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ. നിന്റെ വീട്ടിലിരുന്ന് നീ വിളിച്ചാൽ മതി. അപ്പോൾ ഇന്ന സ്ഥലത്ത് ചെന്നാലേ അനുഗ്രഹം പ്രാപിക്കൂ എന്ന് വിജാതീരം പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? ഈ പൈശാചിക ശക്തികൾക്ക് എല്ലായിടത്തും വരാൻ പറ്റില്ല. അവരിയ്ക്കുന്ന സ്ഥലത്ത് ചെല്ലണം. അർത്ഥം മനസ്സിലായില്ല അല്ലേ? എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ലേ? ലോക അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് വാഗ്ദത്തമാണ്.
ആ തിരുസാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ അനുഗ്രഹമാണ്. നിന്റെ ഭാരം കർത്താവിന്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. ഭാരങ്ങൾ സ്വന്തം തോളിലാണ് എന്ന് ചിന്തിച്ച് ജീവിക്കരുത്. അത് ഇറക്കി വയ്ക്കുവാൻ നമുക്ക് സ്വർഗം തന്ന നിധിയാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിലായിട്ടും ഭാരം ഇറക്കി വയ്ക്കാതെ സ്വയം ചുമന്നുകൊണ്ട് തളരുന്നവർ അനേകരാണ്. സ്വയം ഭാരം വഹിച്ച് നടന്നാൽ ക്ഷീണിക്കും. എപ്പോൾ ക്ഷീണിച്ചും നോക്കിയാൽ മതി. മക്കളില്ലാതെ നടന്ന ഹന്ന വലിയ ആകുലതകളുമായി പെനീനായുടെ കുത്തുവാക്കുകളേറ്റ് ദുഃഖിതയായി കുറേ നാൾ ചിലവിട്ടു. ഭർത്താവിൻ്റെ സ്നേഹവാക്കുകൾക്ക് അവളുടെ മനോഭാരം ലഘൂകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദേവാലയത്തിൽ ചെന്ന് അവളുടെ മനോഭാരം ഇറക്കി വച്ചപ്പോൾ അവളുടെ മുഖം പിന്നെയും വാടിയതേ ഇല്ല. ദൈവം ഹന്നായുടെ ഭാരം ഏറ്റെടുത്തു. ഇസ്രായേൽ മുഴുവനും പ്രവാചകനായ ശമൂവേലിനെ നൽകി അവളെ അനുഗ്രഹിച്ചു. ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രവാചകനെ നൽകി, അതായത് ശമൂവേൽ പ്രവാചകനെ നൽകി ദൈവം ഹന്നായെ മാനിച്ചു. നമ്മുടെ ഭാരം യേശുവിൽ അർപ്പിക്കാം. അവിടുന്ന് നമ്മളോട് പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ തൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം ചെയ്തു തരുന്ന യേശു നമ്മോട് കൂടെ ഉണ്ട് എന്ന് മറക്കരുത്. അതിനാൽ ആകുലപ്പെടേണ്ട, അവൻ്റെ രാജ്യത്തിലെ മക്കളായി മാറാം. വീണ്ടും പരിശുദ്ധാത്മാവ് മത്തായി 6:31-33 വരെയുള്ള വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ശ്രദ്ധ വെച്ച് കേൾക്കാം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. കർത്താവിൻ്റെ വചനത്തിൽ ഉറയ്ക്കാം. സകല ഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാം. ആ ഭാരം ഇറക്കി വെക്കുവാൻ നമുക്ക് ആശ്വാസദായകനായ, നമ്മുടെ ചുമട് താങ്ങിയായ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് തരുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തോടെ ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കൂട്ടായ്മയിലുള്ള ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സകല ആകുലതകളും അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കാൻ സ്തോത്രം. സകല ഭാരവും നീക്കിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന ദുരിതങ്ങളുടെ അവസ്ഥയിൽ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ വച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളാൽ ആകുന്ന വിധത്തിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം. ഒന്നും നിന്നെ അകറ്റരുതേ, രക്ഷകനിൽ നിന്നൊരു നാളും. ഒന്നും നിന്നെ അകറ്റരുതേ, രക്ഷകനിൽ നിന്നൊരു നാളും. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാ